സുചേട്ടൻ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഞാൻ ആഘോഷിക്കാൻ വിദേശത്ത് പോകണം. എടാ ഞാൻ സുചേട്ടൻ മരിച്ചിട്ട് എന്തെന്നില്ലാതെ ഞാൻ വഴിമുട്ടി നിന്നപ്പോൾ എനിക്ക് സുചേട്ടൻ്റെ കല തന്നെ എനിക്കൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് ആദ്യം ഞാൻ സ്വീകരിച്ചത്. മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചതല്ല, ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഞാനതൊരു വരുമാനം പോലെ ഏറ്റെടുത്താണ്. അന്ന് എൻ്റെ പാഷൻ അല്ലായിരുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ ചെയ്ത കല. മനസ്സിലായോ? ദുബായി പോയ പകരം അത് എൻ്റെ സമയം അതാടാ. മനസ്സിലായോ? അതായത് സുധിച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത്. നീയൊക്കെ പറഞ്ഞ പോലത്തെ ഈ തോന്നിവാസമല്ല എൻ്റെ അടുത്ത് പറയേണ്ടത്. രേണുത്തള്ളേ, സുധിയേട്ടൻ എന്ന് പറഞ്ഞാൽ അയാൾ കലാപരമായിട്ട് കഴിവുണ്ട്. ഫ്ലവേഴ്സ് ചാനൽ എല്ലാവരും ഏറ്റെടുത്തതാണ്. പക്ഷെ നിങ്ങൾ അയാളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അന്നൊരു അന്നം പോലെയാണ് ഇയാളെ പേര് പറഞ്ഞിട്ട് ഫെയിം ആയത്. പക്ഷെ ഇന്ന് അയാളെ അപമാനിക്കുകയാണ് നിങ്ങൾ രേണുത്തള്ളേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു കഴിവില്ല. അയാൾ കഴിവുള്ള മനുഷ്യൻ, നിങ്ങൾ കൈവേർത്തലുള്ള മനുഷ്യൻ. അത് രണ്ടും വ്യത്യാസമുണ്ട്. അയാൾ പറഞ്ഞ ജനങ്ങൾ ഏറ്റെടുത്തതാ. നിങ്ങൾ എന്ത് ഏറ്റെടുത്ത ആറാട്ടണിൻ്റെ യൂണിവേഴ്സിൽ പോയി കോമാളിത്തരം കാണിച്ചാൽ സബ്സ്ക്രിപ്ഷനിൽ ഇതാക്കിയതാണ്. അയാൾ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ ഞമ്മക്ക് കുറച്ച് ഇതുണ്ട്, നാണക്കേടുണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും നിങ്ങളെ ഇത് നടക്കട്ടെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല.